നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി ലോകത്തെയാകെ മാറ്റിമറിച്ചപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടത് പ്രവാസി സമൂഹമാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതമാർഗം എന്തെന്നറിയാതെ നിരവധി പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത്. ഇപ്പോഴിതാ ആ തൊഴിൽ നഷ്ടത്തിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2020-21 കാലയളവിൽ കുവൈറ്റിൽ നിന്നും 2,53,233 വിദേശികൾ തൊഴിൽ നഷ്ടപ്പെട്ട് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിയതായാണ് റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ നിന്നും 2,05,050 തൊഴിലാളികളും 42,202 ഗാർഹിക തൊഴിലാളികളും സർക്കാർ മേഖലയിൽ നിന്നും 6,981 പേരും തൊഴിൽ നഷ്ടപ്പെട്ട് രാജ്യം വിട്ടു. കുവൈറ്റ് സ്വകാര്യ മേഖലയിലും തൊഴിൽ മേഖലയിലും തൊഴിലാളികളുടെ വലിയ ക്ഷാമം നേരിട്ടതായും തൊഴിൽ മേഖലയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചതായും കുവൈറ്റ് മനുഷ്യാവകാശ സൊസൈറ്റി അഭിപ്രായപ്പെട്ടു. അതേസമയം മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് മാസത്തിനിടയിൽ സർക്കാർ മേഖലയിൽ നിന്നും 2,089 വിദേശികളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ 10,780 സ്വദേശികളെ സർക്കാർ മേഖലയിൽ പുതുതായി നിയമിച്ചിട്ടുണ്ട്. രാജ്യം നടപ്പിലാക്കി വരുന്ന സ്വകാര്യവൽക്കരണ നടപടികൾ ശക്തമാക്കുകയും സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും സ്വീകരിച്ച കർശന നടപടികൾ വേഗത്തിലാക്കുന്നതോടെ മലയാളികളടക്കം നിരവധി വിദേശികൾക്ക് ഈ വർഷം തൊഴിൽ നഷ്ടമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതോടെ കുവൈറ്റിൽ മൊത്തം ജനസംഖ്യയിൽ ഈ വർഷം ആദ്യം 2.2% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30 വർഷത്തിനിടെ ഇതാദ്യമായാണ് അർദ്ധവാർഷികത്തിൽ ജനസംഖ്യയിൽ കുറവുണ്ടായത്. 4.62 ദശലക്ഷമാണ് ഇപ്പോൾ കുവൈറ്റ് ജനസംഖ്യ. വിദേശികളുടെ തോത് 60% നിന്ന് 68.2% കുറഞ്ഞു. ജൂൺ 30 വരെയുള്ള കണക്കനുസരിച്ച് കുവൈറ്റിലെ തൊഴിൽ ശേഷി 1.93 ദശലക്ഷമാണ്. അവരിൽ 42,000 സ്വദേശികളാണ്. ഗാർഹിക തൊഴിലാളികളുടെ എണ്ണം 6,39,000 പൊതുമേഖലയിൽ മൊത്തം തൊഴിൽ ശേഷിയുടെ 20%, അതായത് 9,000 പേർ വിദേശികളായുണ്ട്. 4,37,100 പൊതുമേഖലയിൽ മൊത്തം തൊഴിൽ ശേഷി. അതേസമയം 1.51 ദശലക്ഷം പേർ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ 4.8% സ്വദേശികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം 1.51 ദശലക്ഷം പേർ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ 4.8% പേർ, അതായത് 73,000 സ്വദേശികളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കുവൈറ്റിൽ 53 രാജ്യക്കാർക്ക് കുടുംബ വിസയും സന്ദർശന വിസയും അനുവദിച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവും മാൻ പവർ അതോറിറ്റിയും അറിയിച്ചു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുള്ള എല്ലാ വിദേശികൾക്കും വിസ അനുവദിക്കുന്നതിനാണ് തീരുമാനം. കുവൈറ്റിൽ അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുള്ള എല്ലാ വിദേശികൾക്കും വാണിജ്യ സന്ദർശന വിസയും കുടുംബ വിസയും സന്ദർശക വിസയും അനുവദിച്ചു തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.